അനന്തമായ അടിമത്തത്തിൻ്റെ ഇതിഹാസത്തിലേക്ക് നയിക്കുന്ന ഒരു ശാശ്വത പ്രണയം മരുഭൂമി പോലുള്ള ഒരു ഭൂമിയിൽ നിന്ന് വികസിച്ച് നമ്മുടെ ലോകത്തിന് ഒരു മാർബിൾ കവിതയായ താജ് സമ്മാനിക്കാൻ കാരണമാകുമെന്ന് ആർക്കാണ് ചിന്തിക്കാൻ കഴിയുക? താജിൻ്റെ ഒരു ചിത്രത്തിനും ക്യാൻവാസത്തിലോ സെല്ലുലോയിഡിലോ അതിൻ്റെ ആശയപരമായ ഭാവനയെ വേണ്ടത്ര പ്രകടിപ്പിക്കാനോ കാലത്തിൻ്റെ കവിളിലെ കണ്ണീർ തുള്ളി എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിക്കുന്നതിനെ മൂടുന്ന ഇതിഹാസത്തെയും കവിതയെയും പ്രണയത്തെയും പ്രതിഫലിപ്പിക്കാനോ കഴിയില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ താജ്മഹൽ എന്ന് പറയുന്നത്. നമ്മുടെ ഷാജഹാൻ മൂന്നാമത്തെ പത്നിയായ ഹരിക മുംതാസിന് പണിത ഒരു മഹാ അത്ഭുതമാണ്. എന്താ അത്ഭുതം എന്ന് വെച്ചാൽ മഹാത്ഭുതം തന്നെയാണ് കേട്ടോ. അടിപൊളി. വെളുത്ത മാർബിളിൽ തീർത്ത ഒരു കാഴ്ചയാണ് താജ്മഹൽ. ഒരു യുഗത്തിന്റെ മഹാസൗന്ദര്യത്തെ ചിത്രീകരിക്കുന്ന അതുല്യമായ ഗാംഭീര്യം. One thing I will tell you, Mumtaz is not a name. Mumtaz is just a title. The real name is Arjuman Banu Begum and Queen Persian. She comes from Iran. So Mum is the Persian word. Mum means beautiful. Taj is the Urdu word. Taj means crown. The shape of the building look like beautiful crown. The building is basically all four sides look like a shape. All four sides look like a shape. താജ്മഹൽ കണ്ടിട്ട് മടങ്ങിയാണ് കേട്ടോ. അത്ഭുതം എന്ന് വെച്ചാൽ മഹാ അത്ഭുതമാണ്. അപ്പോൾ ഇതാ എന്താണ് മഹൽ കണ്ടിട്ട് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് കണ്ട് മടങ്ങിയാണ് തിരിച്ചു വരുന്നു. ഇനി ആള് പറയോ എനിക്ക് പൊട്ടിക്കര കെട്ടിത്തറന്ന് പറയോ? അറിയോ മുന്താസ് തട്ടിപ്പോയിട്ടാ കെട്ടി. പിന്നെന്താന്ന് വെച്ചാല് മൂന്നാമത്തെ ഭാര്യയാണ്, ഷാജഹാന്റെ മൂന്നാമത്തെ ഭാര്യയാണ്. അപ്പോൾ 18 വർഷമാണ് ഇവര് ഒരുമിച്ച് താമസിച്ചത്. 14 കുട്ടികളാണ് ഇവർക്ക് ഉണ്ടായത്. അപ്പൊ അതിന്റെ ആ ഒരു ബാക്കി 2 ഭാര്യമാർക്കും മക്കളൊന്നും 2 ഭാര്യമാർക്കും മക്കളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേട്ടാ, ഇല്ല. അപ്പൊ ഈ മുംതാസിന് വേണ്ടിട്ട് ഷാജഹാൻ പണിത ഒരു കൊട്ടാരം. അപ്പൊ സൂപ്പർ. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഇത്. സൂപ്പർ. ഐ ലൈക്ക് ഇറ്റ്.